ബാലന്റെ പ്രസ്താവന എന്തായിരുന്നു? എ കെ ബാലന്റെ പ്രസ്താവന? കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാ എ കെ ബാലൻ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കേരളത്തിന്റെ ജനങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന മുറിവുകളെ അതിനെ മാന്തി പുണ്ണാക്കി വീണ്ടും മുതലെടുപ്പ് നടത്താൻ CPM-ന്റെ നേതാക്കന്മാർ വരിവരിയായി നിന്ന് പ്രസ്താവന നടത്തുകയാണ്. ഇപ്പൊ BJP ആകെ കൺഫ്യൂസ്ഡ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം വർഗീയത നല്ലോണം പറയുന്നത് BJP-യേക്കാൾ CPM നേതാക്കന്മാർ വർഗീയത പറയുന്നു. മന്ത്രിമാർ തന്നെ എഴുന്നേറ്റ് നിന്ന് വർഗീയത പറയുന്നു. ഈ എന്ത് കുത്തിത്തിരിപ്പ് കൊണ്ട് ഇറങ്ങണമെന്ന് അവർ ആലോചിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടെ മാറുകയാണ്. സഖാവെന്നും സംഘിയെന്നും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ, സംഘാവെന്ന് ചേർത്ത് വിളിക്കാൻ കഴിയാവുന്ന തരത്തിൽ ഇവര് പെരുമാറിക്കൊണ്ടിരിക്കുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചിട്ടല്ലാതെ ഈ ഭരണത്തിലേക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയില്ല എന്നവർ ധരിക്കുമ്പോ ആ തമ്മിലടുപ്പിക്ക എന്നുള്ള സ്വപ്നത്തെ അതിനെ വേരോടെ പിഴുതെറിയാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ അഴിമതികളെ ഈ മേഖലയിൽ നമ്മൾ ചില ചോദ്യങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുള്ളതായതുകൊണ്ട് അതിനെ മുഴുവൻ ഇനി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇതാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ. ഈ കഴിഞ്ഞ 19-ാം തീയതി കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ആണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ചെയ്തിരിക്കുന്ന പറയുന്നത് ഇനീഷ്യേറ്റഡ് എ സെൻസ് ഓഫ് ഫോൾസ് എമർജൻസി. ആലോചിക്കണം, തെറ്റായ ഒരു ധൃതിയും തിടുക്കവും ദേവസ്വം ബോർഡ് ഈ പറയുന്ന സ്വർണം കടത്താൻ കാണിച്ചത് എന്തിന് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അവിടുന്ന് കട്ടിളപ്പാളികൾ, അവിടുന്ന് നിങ്ങൾക്കറിയാം ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, അത് നവംബർ മാസം തൊട്ട് തന്നെ ഈ മകരമാസക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം അവിടെ വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാമെന്നിരിക്കെ അവിടുന്ന് അത് എടുത്തു കൊണ്ടുപോകണമെന്നുള്ള വൃത്തികെട്ട ധൃതി. നിങ്ങൾ അറിയണം, കോടതിയുടെ വാക്കുകളാണ്. A false sense of emergency, അനാവശ്യമായ തിടുക്കം എന്തിനിവർ കാണിച്ചു എന്ന കോടതിയുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? അപ്പോഴാണ് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കാൻ നേതൃത്വം നൽകിയ മന്ത്രിയും ബുദ്ധിജീവിയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്ന മന്ത്രിയും സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്തുകൂടെന്നാണ് മന്ത്രിസഭയിലെ അംഗങ്ങളായ ആളുകൾ കേരളത്തിന്റെ നിയമസഭയിൽ പറയുന്നത്. കടകംപള്ളി പോലും നേരിട്ട് വന്ന് പറഞ്ഞു അവരങ്ങനെ ബോധപൂർവം ഒരു കാര്യം ഈ കളങ്കപ്പെട്ട ആളുമായി ബന്ധപ്പെട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് 2 മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് നിയമസഭയിൽ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ ഗവൺമെന്റിന് പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാം ആരുടെയും ഫോട്ടോ കൂടെ കണ്ടതിന്റെ പേരിലല്ല ഈ സ്വർണ്ണക്കൊള്ളയിലെ ആരോപണങ്ങൾ അവർക്ക് നേരെ UDF ഉന്നയിക്കുന്നത്. പക്ഷെ കോടതിയുടെ കണ്ടെത്തലുകളിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്. വാസവനെ പോലെ, കടകംപള്ളിയെ പോലുള്ള ആളുകൾ അവര് പത്മകുമാരനും വാസുവിനും അതുപോലുള്ള ആളുകൾക്കും കൊടുത്ത സംരക്ഷണത്തിന്റെ പേരിലാണ് പ്രശാന്തിനെ പോലുള്ള ആളുകളെ ആ സ്ഥാനത്തിരുത്തി ഈ ധൃതി കൂട്ടാനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഇതേ പാർട്ടിക്ക് ഈ 2025 വീണ്ടും അയ്യന്റെ സ്വർണം പൂശാൻ, അതിനു വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഉത്തരവിടാൻ ഇവർ കാണിച്ച ധൃതിയും തിടുക്കവും എന്തിനായിരുന്നു എന്ന് കോടതികൾ ചോദിക്കുന്നു. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചിട്ട് പറഞ്ഞു ദൈവങ്ങളെ പോലും വെറുതെ വിടില്ലല്ലേ എന്ന് കോടതി ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ജനങ്ങളുടെ മുമ്പിൽ കയ്യോടെ പിടിക്കപ്പെട്ട ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇപ്പോ വർഗീയതയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്, വിഭാഗീയതയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ തമ്മിലടിപ്പിക്കാൻ സർക്കാർ തന്നെ ഇറങ്ങിയിരിക്കുന്നു. ജനങ്ങൾ നിങ്ങളെ ചെകിട്ടത്തടിക്കുന്ന വിധിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട.